നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ 100 ദിവസം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 100 ദിനം പിന്നിട്ടെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന് വെല്ലുവിളികൾ തന്നെയാണ് മുന്നിലുള്ളത്. ഭരണത്തിൽ തിളങ്ങുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മാത്രമാണ്. KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്ര ഭാഗികമായി നടപ്പാക്കാൻ കഴിഞ്ഞത് മാത്രമാണ് UDF മന്ത്രിസഭയുടെ പ്രധാന നേട്ടം. വകുപ്പ് മന്ത്രിയായിട്ട് കൂടി സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിച്ചതോടെ ആ നേട്ടത്തിലും മങ്ങൽ വീണു. പോലീസിന്റെ ലഹരി വേട്ടയായ ഓപ്പറേഷൻ തുഫാന് ലഭിച്ച വൻ പിന്തുണയാണ് UDF സർക്കാരിന്റെ 100 ദിന നേട്ടങ്ങളിൽ മുഖ്യം. സതീശനും ചെന്നിത്തലയും മാത്രം ഭരണത്തിൽ ശോഭിക്കുമ്പോൾ ഘടകകക്ഷി മന്ത്രിമാർ ഉൾപ്പെടെ ശരാശരിയിൽ താഴെയുമാണ്. പ്രളയം വന്നപ്പോൾ റവന്യൂ വകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് MLA-മാർക്ക് തന്നെ രംഗത്തെത്തേണ്ടിയും വന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന്റെ അവസ്ഥയും മെച്ചപ്പെട്ടതല്ല. MLA-മാർക്കിടയിൽ സ്വാധീനമില്ലാത്തതാണ് മുഖ്യ പ്രശ്നമായി മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളത്. സർക്കാരിനെതിരെ വിമർശനം വരുമ്പോൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നതാണ് സതീശന് മുന്നിലുള്ള വലിയ പ്രശ്നം. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തിയപ്പോൾ ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് സതീശൻ തന്നെ മതി എന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നതോടെയാണ് വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേര നഷ്ടമായത്. പാർലമെന്ററി പാർട്ടിയിൽ പിന്തുണയില്ലാത്തത് സതീശനെ വലിയ രീതിയിൽ അലട്ടുന്നുമുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ മിക്ക തീരുമാനങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. ലീഗിന്റെ ഒരൊറ്റ പിന്തുണയിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലുണ്ട്. മന്ത്രിസഭ 3 മാസം പിന്നിട്ടിട്ടും KPCC അധ്യക്ഷ കസേരയിൽ തീരുമാനമായിട്ടില്ല. KPCC അധ്യക്ഷന്റെ നിയമനം നടക്കാത്തതിനാൽ UDF യോഗവും കൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈയിടെയാണ് സതീശന്റെ അധ്യക്ഷതയിൽ UDF യോഗം ചേർന്നത്. KPCC അധ്യക്ഷൻ എത്താത്തതിനാൽ ബോർഡ് കോർപ്പറേഷൻ തലപ്പത്തും ആളില്ലാത്ത അവസ്ഥയാണ്. ഈ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുമില്ല. സാംസ്കാരിക സ്ഥാപനങ്ങളിലും അധ്യക്ഷ പദവിയിൽ ആളെത്തിയിട്ടില്ല. മുന്നോട്ട് കുതിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിൽ കിതയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഭരണത്തിൽ പിടിമുറുക്കാൻ KC വേണുഗോപാൽ കൂടി ശ്രമിച്ചാൽ പുതിയ വെല്ലുവിളികളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉദയം ചെയ്യും. എന്തായാലും വരും നാളുകൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ശുഭകരമാകാൻ ഇടയില്ല. ഇതുകൊണ്ട് തന്നെയാകും ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോയി സതീശൻ തേങ്ങയുടച്ചതും. മുഖ്യമന്ത്രിയുടെ മുന്നിലെ വിഘ്നങ്ങൾ മാറുമോ എന്ന് തൽക്കാലം കാത്തിരുന്നു കാണേണ്ട അവസ്ഥ തന്നെയാണുള്ളത്.